Hi friends. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? സോപ്പ് പാക്ക് ചെയ്യാനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ച് കമന്റ്സും കുറച്ച് വാട്സാപ്പിലൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ നമ്മളോട് സോപ്പ് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ, പക്ഷെ ഒന്നും കൂടി നമ്മളത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇവർക്ക് ഒരു ട്രെയിനിങ് കൂടി കൊടുത്തിട്ട് അങ്ങനെ അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് സോപ്പ് പാക്കിംഗ് ആണ് അന്നത്തെ വിഷയം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു ഫിലിം കിട്ടും. നമ്മൾ ബിരിയാണി കടയിലൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവം ഉണ്ടാകും. അപ്പൊ അത് ഒരെണ്ണം വാങ്ങിക്കുക. അതുപോലെ ഒരു കത്രിക നമുക്ക് ആവശ്യമാണ് ഇതിന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇങ്ങനെ നിർത്തി സംഭവം സെറ്റാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് നിവർത്തിയിടാം കേട്ടോ. ഓക്കെ, മതിയോ? അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സോപ്പ്, നമ്മുടെ സോപ്പിന്റെ നല്ല വശല്ലേ, നല്ല വശം നമുക്ക് കവറിലേക്ക് വെക്കാം. ഓക്കെ, അപ്പൊ രണ്ട് സൈഡിൽ ഒരു സ്പേസ് ഇടുക. ഇങ്ങോട്ട് മടക്കി ഒട്ടിക്കാനുള്ള സ്പേസ് രണ്ട് സൈഡിൽ ഇട്ടിട്ട് നമ്മള് അത് കട്ട് ചെയ്തെടുക്കണം. ഒരു സൈഡിൽ നിന്ന് ആദ്യം തന്നെ സോപ്പ് വെക്കുക. അതിനുശേഷം ഈ സൈഡിൽ നിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള ഇങ്ങോട്ട് മടക്കാനുള്ള രീതി കണക്കാക്കിയിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ പേപ്പർ ചുരുണ്ടി വരുന്നില്ല. അത് കുഴപ്പമില്ല, അതൊന്നും വലിച്ചുകൊണ്ടിട്ടാ മതി. അങ്ങനെ മടക്കുമ്പോൾ അതൊക്കെ ശരിയാവും. പിന്നെ തിരിച്ചു മടക്കുമ്പോൾ ശരിയാവും. രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി ഇങ്ങോട്ടാക്കാം കേട്ടാ. കണ്ടില്ലേ നിങ്ങൾ? ഓക്കെ, ഈ സൈഡിൽ നിന്നുള്ളത് നമ്മളിങ്ങനെ മടക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വലിക്കുക. തിരിച്ചു പിടിക്കും സോപ്പ്. ഇങ്ങനെ പിടിച്ചാൽ എന്നിട്ട് ഈ മൂലന്ന് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കി. രണ്ട് സൈഡിൽ ഒന്ന് നിവർത്തി കൊടുത്തിട്ടേ ആ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് വലിച്ചാൽ മതി. ഇങ്ങോട്ട് രണ്ട് സൈഡിൽ നിന്ന് ചുളിവ് അധികം ഇല്ലാത്ത രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് നിവർത്തിട്ട് ഇങ്ങോട്ട് വലിക്കുക. അത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷെ അങ്ങനെയല്ല. ആ മൂലയ്ക്ക് ഇതൊന്ന് വിടിക്കുക രണ്ട് സൈഡിൽ നിന്ന്. എന്നിട്ട് ഈ മൂല മാത്രം പിടിച്ച് വലിക്കുന്നുണ്ട് കുറച്ചിങ്ങനെ. അപ്പൊ ആ രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആവും. കുഴപ്പമില്ല കേട്ടാ. ഒത്തിരി ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാണുമ്പോൾ നമുക്ക് സിമ്പിളാണ്, പക്ഷെ അത് ഒട്ടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ഈ പേപ്പർ ആയതുകൊണ്ട് സുഖം ഒട്ടിക്കാറില്ല. കനല്ല, പക്ഷെ ഇത് പെട്ടെന്ന് ചുളിയും. അത് വലിക്കില്ല. അത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കും വലിച്ചൊട്ടിക്കണം ആണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായോ? അതാ ചുളിവൊക്കെ ഒരു ഇതൊക്കെ കളയണം. അങ്ങനെ വലിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ വലിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിളാണ് സംഭവം, പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ശരിയാവും. രണ്ട് സൈഡിൽ നിന്ന് മടക്കി ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് അടുത്ത ഞാൻ മടക്കി കാണിച്ചാലോ. അത് ക്ലിയർ ആവണില്ല, ആള് എക്സ്പീരിയൻസിന് കുറച്ച് കുറവുണ്ട്. അത് ശരിയാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാക്കിയുള്ള സൈഡുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിന്റെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. പക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് ശരിയാവാണ്ട്. കാണുമ്പോൾ എല്ലാവർക്കും സിമ്പിളാ, പക്ഷെ അത് കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിയാവുന്ന കേസുള്ളൂ. പക്ഷെ അത് ഒട്ടില്ല. അങ്ങനെയൊക്കെ തിരിച്ചു ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടാവും. അതാണ് ഞാൻ പറയണത്. അത് കുറച്ച് രണ്ട് സൈഡിൽ നിന്ന് വലിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഫിലിം നമ്മൾ ഇതുപോലെ നിർത്തിയിടാം കേട്ടാ. ഓക്കെ, ഇത് നമുക്ക് ബിരിയാണി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും അവിടെ നിന്ന് വാങ്ങിക്കുക. അതുപോലെ നമ്മുടെ സോപ്പ് ഇത് എടുക്കുക. ഇതിന്റെ നല്ല ഭാഗം നോക്കിയിട്ട് നമ്മൾ അടിയിലേക്ക് വെക്കാട്ടോ. അപ്പൊ എന്താണ് രണ്ട് സൈഡിൽ നമുക്ക് ഇങ്ങോട്ട് മടക്കി ഇങ്ങനെ ഒട്ടിക്കണം. അതിനുള്ള രീതിയിൽ രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് ഇടാം കണക്കാക്കിട്ടാ. അതിനുശേഷം ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? അതിനുശേഷം ഈ സൈഡിൽ നിന്നുള്ളത് ഇങ്ങോട്ട് മുടക്കുക, ഈ സൈഡിൽ നിന്നുള്ളത് ഇങ്ങോട്ട് മുടക്കുക. രണ്ടും ഓക്കെ. അപ്പൊ അടിയിൽ പിടിക്കുക, സോപ്പിന്റെ അടിയിൽ പിടിക്കുക. അതിന് ശേഷം ഈ രണ്ട് തലേന്ന് വലിക്കുക ഇങ്ങനെ ഫുള്ളായിട്ട്. എന്നിട്ട് ഈ രണ്ട് മൂലന്ന് നമ്മൾ ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് ഒട്ടിക്കുക. കണ്ടാ, ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും. എനിക്ക് കണ്ടില്ലേ സൈഡ് അതുപോലെ കിട്ടും. അതായത് ഈ സൈഡ് ഇങ്ങനെ പൊന്തി കിട്ടുന്നില്ല, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് സെറ്റായില്ലേ? അതുപോലെ തന്നെ ഈ സൈഡും തിരിച്ച് നമ്മൾ ഈ മൂല ഒന്ന് വലിച്ച് ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ സംഭവം രണ്ട് സൈഡിൽ നിന്നും സെറ്റായി. ആണോ? അങ്ങനെ ഈ സൈഡിൽ നിന്നും ബാക്കി കൂടുതൽ നിൽക്കുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സംഭവം നോക്കിയാൽ സെറ്റായില്ലേ? ഈ സൈഡൊക്കെ കറക്റ്റായി. ആണോ? ഈ സൈഡിൽ നമ്മുടെ സ്റ്റിക്കറുകളൊക്കെ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വൃത്തിയായിട്ട് നിൽക്കുന്നത് കവർ ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല അടിപൊളി
ഇവിടെ നമ്മുടെ സ്റ്റിക്കറും പേരും കാര്യങ്ങളൊക്കെ അടിച്ച സ്റ്റിക്കറില്ലേ അത് ഒട്ടിച്ചു കൊടുക്കുക. എന്താ ഇത്രയുള്ള പാക്കിങ് സിമ്പിളാണ്. അപ്പൊ ഒരു വട്ടം ചെയ്യുമ്പോൾ ചിലപ്പോ അത് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? മനസ്സിലായി. കാണുമ്പോ അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് വേണം. കുറച്ച് വലിയ ഇതൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്നൊരു ഇത് വേണം കുറച്ച്. അപ്പൊ നമുക്ക് ശരിയാവും, എന്തായാലും എല്ലാവർക്കും റെഡി ആവും. അപ്പൊ മനസ്സിലായി ഇപ്പൊ ഇതെങ്ങനെ പാക്ക് ചെയ്യാന്നുള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പൊ നിങ്ങൾ സ്റ്റിക്കറൊക്കെ അടിച്ച് ഇവിടെ ഒട്ടിക്കുക. അപ്പൊ ഈ ഒരു ഇത് കാണുന്നത് പോവും, പിന്നെ നോക്കുമ്പോൾ നല്ലൊരു വൃത്തിയാവും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത് ആദ്യം വലിച്ചു കിട്ടില്ല കേട്ടാ. അവസാനിപ്പിക്കാലോ നമുക്ക്. ഇത് പഠിച്ചില്ല, ഒരു ഐഡിയ കിട്ടില്ല. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും. ഓക്കെ.